നെടുമുടി വേണുവിന് കല ജന്മസിദ്ധമായിരുന്നു. കൊട്ടും പാട്ടും ആട്ടവും അഭിനയവും എഴുത്തും എല്ലാം വഴങ്ങുന്ന സർവകലാവല്ലഭൻ. മലയാള സിനിമാ ചരിത്രത്തിൽ സ്വയം അടയാളപ്പെടുത്തിയ പകരം വയ്ക്കാനില്ലാത്ത അഭിനയ പ്രതിഭ. സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അവയിൽ നെടുമുടി വേണുവിൻ്റെ വേഷങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടില്ല. മനുഷ്യജീവിതത്തിലെ സകല ഭാവങ്ങളും വിവിധ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചു. അവയിൽ ഒന്നുപോലും അദ്ദേഹത്തിന് വെല്ലുവിളിയായിരുന്നില്ല. ലോക സിനിമാ രംഗത്ത് മലയാളികൾക്ക് എക്കാലത്തും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാം ഈ മഹാനടനെ. ചേരാത്ത വേഷങ്ങളൊന്നും നെടുമുടി വേണു ചെയ്തിട്ടില്ല. ചെയ്തതൊന്നും ചേരാത്തതായി ആർക്കും തോന്നിയിട്ടുമില്ല. ഗ്രേറ്റ് ആക്ടർ എന്ന് ആദ്യം വിളിച്ചത് ഒരു സുവിശേഷകനാണ്. ആ വഴിത്തിരിവ് ഇങ്ങനെയായിരുന്നു. അന്ന് അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയായ കെ വേണുഗോപാലാണ്. വേണുവും സുഹൃത്തുക്കളും കോട്ടയത്ത് പോയി ആലപ്പുഴയ്ക്ക് മടങ്ങുന്നു. ബസ്സിൽ കയറിയപ്പോഴാണ് ഒരു നമ്പർ തോന്നിയത്. കണ്ടക്ടർ അടുത്തെത്തിയപ്പോൾ വേണുവിൻ്റെ മറുപടി ആംഗ്യഭാഷയിൽ സ്പഷ്ടമല്ലാതെ എന്തൊക്കെയോ ശബ്ദങ്ങളായിരുന്നു. കണ്ടക്ടറെ പറ്റിക്കാൻ കൂട്ടുകാരും കൂടെ കൂടിയപ്പോൾ പാവത്തിനെ പൈസയൊന്നും വാങ്ങാതെ ആലപ്പുഴയിൽ കൊണ്ടിറക്കി. കുറേ മാസങ്ങൾക്ക് ശേഷം വേണു ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ നിൽക്കുന്നു. ഒരു സുവിശേഷകൻ അടുത്തു വന്ന് സംശയത്തോടെ ചോദിച്ചു, "നിങ്ങളല്ലേ അന്ന് കോട്ടയത്ത് നിന്ന് ബസ്സിൽ കയറിയാൽ?" കള്ളി പൊളിഞ്ഞെന്നുറപ്പിച്ച കള്ളത്തരത്തോടെ വേണു പറഞ്ഞു, "അതെ." മുഖം കറുത്തൊരു വാക്കോ ഉപദേശമോ പ്രതീക്ഷിച്ച വേണുവിൻ്റെ കൈ പിടിച്ചു കുലുക്കി അദ്ദേഹം പറഞ്ഞു, "യു ആർ എ ഗ്രേറ്റ് ആക്ടർ." പിന്നീട് കാലം ഏറ്റുപറഞ്ഞ വാക്കുകൾ. 1948 മെയ് 22 ആലപ്പുഴയിലെ നെടുമുടിയിലായിരുന്നു വേണുവിൻ്റെ ജനനം. പിതാവ് P.K. കേശവപിള്ളയും മാതാവ് P. കുഞ്ഞിക്കുട്ടിയമ്മയും സ്കൂൾ അധ്യാപകർ ആയിരുന്നു. ഇവരുടെ 5 ആൺമക്കളിൽ ഇളയവനാണ് കെ വേണുഗോപാൽ എന്ന വേണു. നെടുമുടി NS സ്കൂൾ, ചമ്പക്കുളം സെൻറ് മേരീസ് സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. ആലപ്പുഴ SD കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദം നേടി. വിദ്യാഭ്യാസ കാലത്ത് തന്നെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. സ്കൂൾ യുവജനോത്സവത്തിൽ ഘടം, സമൂഹഗാനം തുടങ്ങിയവയ്ക്കൊക്കെ സമ്മാനം നേടിയിട്ടുണ്ട്. SD കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ സഹപാഠിയായിരുന്നു ഇന്നത്തെ പ്രമുഖ സംവിധായകൻ ഫാസിൽ. ആത്മസുഹൃത്തുക്കളായി മാറിയ ഇരുവരും കൈകോർത്ത് പിടിച്ചാണ് കലാലോകത്തെ ഉയർന്ന പടവുകൾ ചവിട്ടിക്കയറിയത്. കാവാലം നാരായണ പണിക്കരുടെ ദൈവത്താർ, അവനവൻ കടമ്പ തുടങ്ങിയ നാടകങ്ങളിലൂടെ അഭിനേതാവ് എന്ന നിലയിൽ വേണുവിന് മേൽവിലാസമായി. അരവിന്ദൻ, പത്മരാജൻ, ജോൺ എബ്രഹാം തുടങ്ങിയവരെല്ലാം കാവാലത്തിൻ്റെ നാടക ക്യാമ്പിലെ സ്ഥിര സന്ദർശകർ ആയിരുന്നു. പ്രമുഖ സിനിമാ പ്രവർത്തകരുടെ ആ സൗഹൃദ കൂട്ടായ്മയിൽ വേണുവിനും അംഗത്വം ലഭിച്ചു. അരവിന്ദൻ്റെ തമ്പു എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. തുടർന്ന് ഭരതൻ്റെ ആരവം, തകര, ചാമരം, പത്മരാജൻ്റെ ഒരിടത്തൊരു ഫയൽവാൻ, കള്ളൻ പവിത്രൻ തുടങ്ങിയ ചിത്രങ്ങൾ. മികച്ച സംവിധായകരുടെ കലാമൂല്യമുള്ള സിനിമകളിലൂടെ രംഗത്ത് വന്ന വേണു പിന്നീട് ഒരടി പോലും പിന്നോട്ട് പോയില്ല. സിനിമ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. നാടൻ പാട്ടിലും തനതു നാടകത്തിലും കഥകളിയിലും മൃദംഗത്തിലുമൊക്കെ പ്രാഗൽഭ്യമുള്ള അദ്ദേഹത്തിന് ഇവയേക്കാളൊക്കെ മഹത്തരമാണ് സിനിമയെന്ന തോന്നലും ഇല്ലായിരുന്നു. പക്ഷേ ഈ മഹാനടൻ്റെ പകരം വയ്ക്കാനാവാത്ത അഭിനയശേഷി ബോധ്യപ്പെട്ട സിനിമാലോകം അദ്ദേഹത്തെ ഏറ്റെടുത്തു. വിട പറയും മുമ്പേ യവനിക, പഞ്ചവടിപ്പാലം, രചന, സാഗരം, ശാന്തം, പറങ്കിമല, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, അച്ചുവേട്ടൻ്റെ വീട്, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, മാർഗം, ആലോലം, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, താളവട്ടം, ചിത്രം, വന്ദനം, തേന്മാവിൻ കൊമ്പത്ത്, ബെസ്റ്റ് ആക്ടർ, നോർത്ത് 24 കാതം തുടങ്ങി 500-ലേറെ സിനിമകളിൽ അവിസ്മരണീയ വേഷങ്ങൾ. 1990 മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ്, 1981 2003 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ്, 1980, 86, 94 വർഷങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ്, 2003 ദേശീയ അവാർഡ് ജൂറിയുടെ പ്രത്യേക അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നോർത്ത് 24 കാതം എന്ന സിനിമയിൽ നീണ്ട ദൂരം നടന്നു തളർന്ന് വീട്ടിലെത്തുന്ന മാഷിനെ ഓർമ്മയില്ലേ? വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് ഭാര്യയുടെ മരണം. ഉമ്മറത്തെ തളത്തിൽ മൃതദേഹം കിടത്തിയിരിക്കുകയാണ്. നടപ്പിൻ്റെ വേഗം കൂടിക്കൂടി വരുന്നു. ഉമ്മറപ്പടി കയറുമ്പോൾ ഇത്ര ദൂരം നടന്നതിൻ്റെ മാത്രമല്ല, ഭാര്യയുടെ വിയോഗത്തിൻ്റെയും തളർച്ചയോടെ ഒരു നിമിഷം പിന്നോട്ടായുന്നുണ്ട് ആ മാഷ്. ആ നിമിഷാർത്ഥം മതി വേണുവെന്ന നടനെ അളന്നുകുറിക്കാൻ. സർഗത്തിലെ ആന്തോളനം എന്ന ഗാനം തുടങ്ങുന്നത് ഭാഗവതരുടെ മുറുക്കാൻ ചവയ്ക്കലോടെയാണ്. വായിൽ വെറ്റിലയിട്ട് ചവയ്ക്കുന്നതിനിടെ ഒന്ന് കാർക്കിച്ച ശേഷമാണ് ഭാഗവതർ കുട്ടികൾക്ക് ഗമകങ്ങൾ പാടിക്കൊടുക്കുന്നത്. ആ കാർക്കിക്കലിന് പിറകെ വരുന്നത് യേശുദാസിൻ്റെ ശബ്ദമാണെങ്കിലും അത് നടൻ്റേതല്ലെന്ന് നമുക്ക് തോന്നാത്തത്ര സ്വാഭാവികം. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ ചാട്ടുളി അരവിന്ദൻ എന്ന അലക്കുകാരനെ വേണുവിനും വലിയ പ്രിയമായിരുന്നു.
എന്തും തനിക്കറിയാമെന്ന് വീമ്പിളക്കുന്ന അരവിന്ദന്റെ പൊങ്ങച്ചം, വിഡ്ഢിത്വം, ഭീരുത്വം, ഇങ്ങനെ എന്തെല്ലാമാണ് ആ കൂളിംഗ് ഗ്ലാസ് വെച്ച കണ്ണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നെടുമുടി വേണുവിനെ സ്നേഹിക്കാനേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളൂ. എങ്കിലും തന്നിലെ നടനെ വെറുക്കാൻ വേണു തന്ന വേഷങ്ങളും കുറച്ചല്ല. ചമ്പക്കുളം തച്ചനിലെ ആശാരി, ധനത്തിലെ രാജപ്പൻ പോലീസ്, കേളിയിലെ റൊമാൻസ് കുമാരൻ, ഈ തണുത്ത വെളുപ്പാൻ കാലത്തിലെ വാരിയർ, കമലദളത്തിലെ സെക്രട്ടറി, പ്രജാപതിയിലെ കാരണവർ, ഒരു മറവത്തൂർ കനവിലെ ഗൗണ്ടർ, ഇഷ്ടം തോന്നുന്ന വെറുപ്പ് മുതൽ പക തോന്നുന്ന വെറുപ്പ് വരെ നീളുന്ന വേഷപ്പൂരങ്ങൾ. തമ്പിലെ ആദ്യവേഷം മുതൽ ഉന്മാദം വേണുവിൻ്റെ കഥാപാത്രങ്ങളുടെ കൂടെയുണ്ട്. താളവട്ടത്തിലെ ഉണ്ണി എന്ന ഭ്രാന്ത സ്വഭാവക്കാരനെ വെറുക്കണോ ഇഷ്ടപ്പെടണോ? തകരയിലും വിയറ്റ്നാം കോളനിയിലും ഇൻഗോസ്റ്റ് ഹൗസ് ഇന്നിലുമൊക്കെ ഉന്മാദത്വത്തിൻ്റെ വിവിധ മുഖങ്ങൾ അദ്ദേഹം അനശ്വരമാക്കി. വേണുമുഖത്തെ സ്ഥായീഭാവം ശാന്തമെന്നോ കരുണയെന്നോ തോന്നും. പക്ഷേ ചെറുപ്പത്തിലെ വേണുവിനെ ഓർത്തു നോക്കൂ. ആ കള്ളമുഖം വേണുവിന് കൊടുത്തതും അത് വിജയിപ്പിച്ച് വേണു മലയാളത്തിന് സമ്മാനിച്ചതുമായ കഥാപാത്രങ്ങളേറെ. കള്ളൻ പവിത്രൻ, ഒരു കഥ ഒരു നുണക്കഥ, അമ്പട ഞാന്, ഓടരുതമ്മാവ ആളറിയാം, പഞ്ചവടിപ്പാലം തുടങ്ങി പിൽക്കാലത്ത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, ചിത്രം, മിഥുനം, ബെസ്റ്റ് ആക്ടർ വരെ നീളുന്നു അത്തരം കഥാപാത്രങ്ങൾ. മൃദംഗത്തിലും ഘടത്തിലുമൊക്കെ വല്ലഭനായ വേണു ചിത്രം പോലുള്ള സിനിമകളിൽ അതിസുന്ദരമായി മൃദംഗം വായിച്ച് അഭിനയിച്ചു. സർഗത്തിലെ ഭാഗവതർ, ഭരതത്തിലെ കല്ലൂർ രാമനാഥൻ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ തമ്പുരാൻ, നോട്ടത്തിലെ രാമചാക്യാർ, ദേവാസുരത്തിലെ കഥകളി ആശാൻ എന്നിങ്ങനെ അത്തരം വേഷങ്ങൾ പലത് മനസ്സിൽ മിന്നിമറയുന്നു. കാവാലം നാരായണപ്പണിക്കർ എന്ന നാടകാചാര്യന്റെ മൂശയിൽ വാർത്തെടുത്ത അഭിനേതാവാണ് നെടുമുടി വേണു. അടുത്ത സുഹൃത്തും സമകാലികനുമായ ഫാസിൽ സംവിധാനം ചെയ്ത് വേണു നായകനായ വിചാരണ എന്ന നാടകം ആലപ്പുഴയിലെ ഒരു നാടക മത്സരത്തിൽ അരങ്ങേറിയപ്പോഴാണ് വേണുവിലെ നടനെ കാവാലം കണ്ടെത്തുന്നത്. വിധികർത്താവായി എത്തിയ കാവാലം മികച്ച നടനായ വേണുവിനെയും മികച്ച സംവിധായകനായ ഫാസിലിനെയും അണിയറയിലെത്തി പരിചയപ്പെട്ട് തൻ്റെ നാടക സംഘത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വേണു അതുവരെ പരിചയിച്ച നാടക സമ്പ്രദായമായിരുന്നില്ല കാവാലത്തിൻ്റേത്. താളമേളങ്ങളും നൃത്തവും പ്രത്യേക ശൈലിയിലുള്ള സംഭാഷണങ്ങളും നിറഞ്ഞ് രംഗ സംവിധാനങ്ങളൊന്നുമില്ലാതെ തുറന്ന വേദിയിൽ അവതരിപ്പിച്ചവ വേണുവിനെ വിസ്മയിപ്പിച്ചു. വേണു കാവാലത്തിനു വേണ്ടി അഭിനയിച്ച ദൈവത്താർ എന്ന നാടകത്തിലെ കാലം കണിയാൻ എന്ന വേഷം ഏറെ നിരൂപക പ്രശംസ നേടി. കാവാലത്തിൻ്റെ നാടകവേദി തിരുവനന്തപുരത്തേക്ക് പറിച്ചു നട്ടപ്പോൾ വേണുവിനെയും ഒപ്പം കൂട്ടി. നാടക വരുമാനം മാത്രം ജീവിതോപാധിയാകില്ല എന്ന് കണ്ട് നെടുമുടി വേണുവിന് കലാകൗമുദിയിൽ ലേഖകന്റെ ജോലി വാങ്ങി നൽകിയതും കാവാലമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് കാവാലമാണെന്ന് വേണു അനുസ്മരിക്കാറുണ്ട്. നാടകത്തെക്കുറിച്ചും നാടൻ കലാരൂപങ്ങളെക്കുറിച്ചും അറിവ് പകർന്നു നൽകിയതും സിനിമയിലേക്ക് വഴി തുറന്നതും അദ്ദേഹമാണെന്ന് വേണു പറയാറുണ്ട്. കാലത്തിനു മുമ്പേ സഞ്ചരിച്ച പ്രതിഭയായ കാവാലത്തിൻ്റെ സംഭാവനകൾ മലയാളികൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന പരിഭവവും വേണുവിനുണ്ടായിരുന്നു. പത്രപ്രവർത്തകനായിരുന്ന ഒരു കാലഘട്ടം നെടുമുടി വേണുവിൻ്റെ ജീവിതത്തിലുണ്ട്. കാവാലത്തിൻ്റെ നാടകവേദിക്കൊപ്പം തിരുവനന്തപുരത്തെത്തിയ വേണുവിന് അദ്ദേഹവും സംവിധായകൻ അരവിന്ദനും ചേർന്നാണ് കലാകൗമുദിയിൽ ലേഖകനായി ജോലി വാങ്ങി നൽകുന്നത്. പത്രപ്രവർത്തനത്തെ ഗൗരവത്തോടെയാണ് വേണു സമീപിച്ചത്. അത് അദ്ദേഹത്തിന് സംതൃപ്തി നൽകിയ ജോലിയുമായിരുന്നു. കലാകൗമുദിക്ക് വേണ്ടി മലയാളത്തിലെ പ്രമുഖ നാടകകൃത്തുക്കൾ, സിനിമാ പ്രവർത്തകർ, സംഗീതജ്ഞർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുമായി വേണു അഭിമുഖം നടത്തി. സിനിമയുടെ പിന്നണി പ്രവർത്തകരെക്കുറിച്ച് അദ്ദേഹം ചെയ്ത ഫീച്ചർ ഏറെ ശ്രദ്ധേയമായിരുന്നു. നെടുമുടിയിൽ ജനിച്ചതുകൊണ്ടാണ് നെടുമുടി വേണു ഉണ്ടായതെന്ന് പറഞ്ഞാൽ പേരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അത് പ്രസക്തമാകുന്നത്. നെടുമുടി വേണു എന്ന ലോക നിലവാരമുള്ള നടൻ്റെ പിറവിയിലും ആ ദേശത്തിന് വലിയ പങ്കുണ്ട്. പേരിനൊപ്പമുള്ള നെടുമുടി ഒരുപക്ഷെ വേണുവിന് തൻ്റെ നാടിനോടുള്ള കടപ്പാടിൻ്റെ രേഖപ്പെടുത്തലായിരിക്കാം. വാഹനങ്ങൾ പോയിട്ട് റോഡുകൾ പോലുമില്ലാത്ത കുട്ടനാടൻ കുഗ്രാമമായിരുന്നു വേണുവിൻ്റെ കുട്ടിക്കാലത്ത് നെടുമുടി. പക്ഷേ നെൽകൃഷി എന്ന പോലെ കലയും നൂറുമേനി വിളയുന്ന മണ്ണായിരുന്നു അത്. കല അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. മധ്യവേനൽ അവധിക്കാലത്ത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ മരച്ചുവട്ടിൽ അവതരിപ്പിക്കുന്ന കളി നാടകങ്ങളെപ്പോലും വലിയ പ്രാധാന്യത്തോടെയാണ് അന്നാട്ടുകാർ കണ്ടത്. അവ ആസ്വദിക്കാൻ നാട്ടുകാർ ഒന്നടങ്കം ഒന്നിച്ചുകൂടും. മാതാപിതാക്കൾ കുട്ടികളെ ഇത്തരം നാടകങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കുമായിരുന്നു. കുട്ടനാട്ടുകാർക്ക് കലയോടുള്ള ഈ അഭിനിവേശമാണ് കവികളും സാഹിത്യകാരന്മാരും അഭിനേതാക്കളും ഉൾപ്പെടെ ഏറ്റവുമധികം കലാകാരന്മാർക്ക് ജന്മമേകാൻ ആ നാടിനെ പ്രാപ്തമാക്കിയതെന്ന് വേണു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നെടുമുടി NSS സ്കൂളിലെ അധ്യാപകനായിരുന്നു വേണുവിൻ്റെ പിതാവ് കേശവപിള്ള. മാതാവ് കുഞ്ഞുകുട്ടിയമ്മയും അധ്യാപികയായിരുന്നു. കലാപ്രേമിയായ കേശവപിള്ള മാഷ് കവിതയും സംഗീത നാടകങ്ങളും ആട്ടക്കഥകളുമൊക്കെ എഴുതി അരങ്ങിലെത്തിച്ചു. വിവിധ ഗുരുക്കന്മാരെ വീട്ടിൽ താമസിപ്പിച്ച് ശാസ്ത്രീയ സംഗീതത്തിലും വാദ്യോപകരണങ്ങളിലും മക്കൾക്ക് പരിശീലനം നൽകി. എന്നാൽ ഏറ്റവും ഇളയവനായ വേണുവിൻ്റെ കാലം എത്തിയപ്പോൾ
കേശവൻ മാഷ് സ്കൂളിൽ നിന്ന് പിരിയുകയും സാമ്പത്തിക ഞെരുക്കം മൂലം മക്കളുടെ കലാപഠനം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കേശവൻ നായരുടെ മക്കളിൽ നാടറിയുന്ന കലാകാരനായി വളർന്നത് യാതൊരു ശാസ്ത്രീയ പരിശീലനവും ലഭിക്കാത്ത വേണുവാണ്. നടൻ കമലഹാസൻ ഒരിക്കൽ വേണുവിനോട് പറഞ്ഞു, മലയാളത്തിൽ നിങ്ങൾ പരമാവധി അഭിനയിച്ചു കഴിഞ്ഞു, ഇനി തമിഴിലേക്ക് വരൂ, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറിയാകാം. ഒരിക്കൽ നെടുമുടി വേണുവിൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കെ ശിവാജി ഗണേശൻ്റെ സഹായി നെടുമുടി വേണു എന്ന് പറഞ്ഞു. നെടുമുടി എന്നല്ല, കൊടുമുടി വേണു എന്ന് വിളിക്കണം, അഭിനയത്തിൻ്റെ കൊടുമുടിയിലാണ് അയാൾ എന്ന് ശിവാജി ഗണേശൻ പറഞ്ഞു. മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിൽ വേണുവിൻ്റെ നായികയായിരുന്ന ശാരദ ഒരിക്കൽ വേണുവിനോട് പറഞ്ഞു, ഈ പടം തമിഴിലോ തെലുങ്കിലോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. കാരണം വേണുവിന് പകരം വയ്ക്കാൻ ആ ഭാഷകളിൽ ആളില്ല. കാറ്റത്തെ കിളിക്കൂട്, തീർത്ഥം, ശ്രുതി, അമ്പട ഞാനെ, ഒരു കഥ, നുണക്കഥ, സവിധം, ഒരു കടങ്കഥ പോലെ, പണ്ടൊരു രാജകുമാരി, അങ്ങനെ ഒരവധിക്കാലത്ത് എന്നീ സിനിമകളുടെ കഥ നെടുമുടി വേണുവിൻ്റേതാണ്. കാവേരി, തനിയെ, രസം എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. പൂരം എന്ന സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. നെടുമുടി വേണു സംവിധാനം ചെയ്ത് ദൂരദർശൻ അവതരിപ്പിച്ച കൈരളി വിലാസ ലോഡ്ജ് എന്ന സീരിയൽ ആദ്യകാല TV പരമ്പരകളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. 10ഓളം TV സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാനും തമിഴ് ചിത്രങ്ങളിലും ചൗരഹേൻ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലും വേഷമിട്ടു. കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിലെ പാരലൽ കോളേജിൽ അധ്യാപകനായും ജോലി നോക്കിയിട്ടുണ്ട്. ഭാര്യ സുശീല വെയർഹൌസിംഗ് കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥയായിരുന്നു. 2 ആൺമക്കൾ, ഉണ്ണിയും കണ്ണനും. വെറുതെ ഒന്ന് കണ്ണടച്ച് നെടുമുടി വേണുവിനെ ഓർത്തു നോക്കൂ. ദയ, കാരുണ്യം, ദുഃഖം, ഹാസ്യം, കുറുമ്പ്, കുസൃതി, ക്രൂരത, പക, പൊങ്ങച്ചം, പരിഹാസം, നിസ്സഹായത, സ്നേഹം, ആനന്ദം, പല പല ഭാവങ്ങൾ മനസ്സിലൂടെ മിന്നിമായുന്നില്ലേ.